നമ്മുടെ നാട്ടിലുള്ള പല ഫ്രോഡ് കമ്പനികളെയും തിരിച്ചറിയാൻ വേണ്ടി കമ്പനിനൊപ്പം അതിന്റെ ലിസ്റ്റ് നമ്മൾ ഔദ്യോഗികമായ വെബ്സൈറ്റിലും നമ്മളെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ 19-ാം തീയതി. അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് അനുകൂലമായ സപ്പോർട്ട് കിട്ടിയോ? എന്തുകൊണ്ട് ഇൻഷുറൻസ് ഇൻഡസ്ട്രിയിൽ നിന്നും ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് മാറി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഞാനൊരു ട്രെയിനിങ്ങിന് പോയ സമയത്ത് ആ ട്രെയിനിങ് എടുത്ത ലീഡർ ചോദിച്ചൊരു ചോദ്യമാണ് എന്നെ ഈ ഒരു മാറ്റത്തിന് വിധേയമാക്കിയത്. അദ്ദേഹം ചോദിച്ച ചോദ്യം എത്രയാണ്? എന്നോട് ചോദിച്ചു, വിജീഷ് എത്ര വർഷമായി ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു? ഞാൻ പറഞ്ഞു, സാർ 5 വർഷമായി വർക്ക് ചെയ്യുന്നു. ഈ 5 വർഷം വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്ന് 5 മാസം മാറി നിന്നാൽ എന്ത് വരുമാനം കിട്ടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്ത് കിട്ടാനാണ്? നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് വരുമാനം കിട്ടുന്നുണ്ട്, വർക്ക് ചെയ്യാതിരുന്ന ഒന്നും കിട്ടില്ല. ഞാൻ ട്രെയിനോട് തിരിച്ചു പറഞ്ഞു. അപ്പൊ ആ ലീഡർ പറയാണ്, നിങ്ങൾ ഇപ്പൊ കടന്നു വന്ന ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഇൻഡസ്ട്രിയിൽ 5 വർഷം അതിശക്തമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ 5 മാസം എല്ലാം വീണ്ടും അങ്ങോട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാലും നമ്മുടെ വീട്ടിലോട്ട് വരുമാനം വരും, ഒരു പാസീവ് ഇൻകം കിട്ടും. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ആ ഒരു ചോദ്യം, ആ ഒരു ചിന്ത എന്നെ വല്ലാതെ എന്ത് ചെയ്തു, മാറി ചിന്തിക്കാൻ എന്നെ വിധേയമാക്കുന്നുള്ളതാണ്. കാരണം 5 വർഷം പ്രവർത്തിച്ച മേഖലയിൽ നിന്നും 5 മാസം മാറി എന്നാൽ വരുമാനം കിട്ടാത്തൊരവസ്ഥയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇൻഡസ്ട്രിയിൽ ആ മേഖലയിൽ ഞാൻ തുടരണം? ഈ ഒരു ചോദ്യമാണ് എന്നെ ഡയറക്ട് സെല്ലിംഗിലേക്ക് സീരിയസ് ആക്കിയത്. നമ്മളൊക്കെ ചെയ്യുന്നത് ചിലപ്പോൾ പാർട്ട് ടൈം ആയിരിക്കും, ചിലപ്പോൾ ഫുൾ ടൈം ആയിരിക്കാം. നമ്മൾ ഇതിനു മുന്നേ വർക്ക് ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമ്മൾ 5 മാസമോ 5 ദിവസമോ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ വരുമാനം വരുന്നില്ലെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ നമ്മൾ തുടരണോ വേണ്ടയോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ആ ഒരു സീരിയസ് ആയിട്ട് ചിന്തയാണ് എന്നെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്ക് മാറ്റിയത്. 5 വർഷം ഈ ബിസിനസ് ചെയ്താൽ നമ്മളെ കൂടെ ശക്തമായ ഒരു ടീം ഉണ്ടാകുമെന്നും ആ ടീം പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായി നമുക്കൊരു വരുമാനം വരുമെന്ന തിരിച്ചറിവാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് സീരിയസ് ആയി ഇറങ്ങാനുള്ള കാരണം. അല്ലാതെ ഇൻഷുറൻസ് മേഖലയിൽ വരുമാനം ഇല്ലാത്തതുകൊണ്ടല്ല. ഹലോ, നമ്മൾ നിലവിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം കിട്ടിയേക്കാം, നമുക്ക് നല്ല ലൈഫ് സ്റ്റൈൽ കിട്ടിയേക്കാം, നമ്മളെ കാര്യങ്ങളെല്ലാം നടന്നു പോയേക്കാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, നമ്മുടെ ഫാമിലി ഉണ്ടെങ്കിൽ ആ ഫാമിലിയെ നോക്കിക്കൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, ഞാൻ നാളെ എനിക്ക് എന്തെങ്കിലും കാരണവശാൽ ഞാൻ ചെയ്യുന്ന മേഖലയിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നാൽ, അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ പോയാൽ എന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന എന്റെ ഫാമിലി സേഫ് ആണോ? ഈ ഒരു ചോദ്യം ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന 290 പേരും സ്വന്തമായിട്ട് ചിന്തിക്കണം. ആ ചിന്തയാണ് നമ്മളെ പ്രവർത്തിക്കാനുള്ള ഊർജം നൽകുന്നത്, അല്ലാതെ ലീഡേഴ്സ് തരുന്ന മോട്ടിവേഷനോ ലീഡേഴ്സിന്റെ വാക്കുകളോ അല്ല. ഹലോ, ആ ഒരു തിരിച്ചറിവാണ് ഞങ്ങളെപ്പോലുള്ള ലീഡേഴ്സിനെയൊക്കെ ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഫുൾ ടൈം ആയിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനുകൂലമായ ഒരു സാഹചര്യമല്ല. കേരളത്തിൽ എവിടെ ഔട്ട്ലെറ്റ് ഇല്ല, കേരളത്തിൽ കൃത്യമായ പ്രോഗ്രാമുകളില്ല, വിജയിച്ച ലീഡേഴ്സ് ഇല്ല. ഓരോ വ്യക്തികളെടുത്ത് നമ്മൾ ബിസിനസ്സുമായി സമീപിക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ ഓഫീസ് എവിടെയാ? ഈ ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ മരിച്ചു പോവോ? ഈ ഉൽപ്പന്നങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഹലോ, ഈ ഉൽപ്പന്നം എവിടെ കിട്ടും? ഈ ബിസിനസ്സിൽ ആരെങ്കിലും വിജയിച്ച ആളുകളുണ്ടോ? ആഴ്ചയിൽ 2,10,000 നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അത് വാങ്ങിച്ച ആളെന്ന് കാണിച്ചു തരാൻ പറ്റും? ഹലോ, ഈ ബിസിനസ്സിന് നേട്ടം ഉണ്ടാക്കിയത് ആരാണ്? കാറ് വാങ്ങിയ ആരെങ്കിലും ഉണ്ടോ? വിദേശത്ത് പോയ ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊക്കെ ആളുകളുടെ ചോദ്യം നേരിട്ട് കൊണ്ടാണ് ഞങ്ങൾ ബിസിനസ് ചെയ്തത്. അന്നൊക്കെ ഞങ്ങൾ പറയുന്ന കാര്യം, ഞങ്ങളെ കമ്പനിയും ഞങ്ങളെ ബിസിനസ് ഞങ്ങളെ ലീഡേഴ്സ് ഒക്കെ ഞങ്ങൾ പറയുന്ന കാര്യം, ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോവുക. ആഴ്ചയിൽ 2,10,000 രൂപ വാങ്ങുന്ന ലീഡേഴ്സ് ഈ ബിസിനസ്സിൽ വരും. നമ്മുടെ കമ്പനിയുടെ ഓഫീസ് കേരളത്തിൽ വരും. ഹലോ, ഈ ബിസിനസ്സിലൂടെ വലിയ വലിയ കാറുകൾ വാങ്ങുന്ന ആളുകൾ നാളെ ഈ ബിസിനസ്സിൽ വരും. ആഴ്ചയിൽ 2-10 വാങ്ങുന്ന ആളുകൾ ഈ ബിസിനസ്സിൽ വരും. വന്നു എന്നല്ല പറഞ്ഞത്, വരും കിട്ടും എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്തു. ഹലോ, എന്നാൽ ഇന്ന് കടന്നു വരുന്ന ഇന്ന് ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും സീലിംഗ് അച്ചീവറെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ തമിഴ്നാട്ടിലോട്ട് പോണ്ട, ഡൽഹിയിലോട്ട് പോണ്ട, താമരശ്ശേരി പോയാൽ മതി. അല്ലെങ്കിൽ ഇന്ന് ഈ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന ലീഡർ തന്നെ ആഴ്ചയിൽ 2-10 വാങ്ങിച്ച ആളാണ്. യെസ് ഓർ നോ? ഇന്നൊരു കാർ അച്ചീവറെ കാണാൻ വേണ്ടി നിങ്ങൾ വേറെ എങ്ങോട്ടും പോകണ്ട, നമ്മുടെ GTS സെന്ററിൽ വന്നാൽ മതി. നമ്മൾ ഓരോ GTS സെന്ററുകളിലും നമ്മുടെ ലീഡേഴ്സിന്റെ കാറുകൾ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത അവസ്ഥ മാത്രമേ ഇന്നുള്ളൂ. യെസ് ഓർ നോ? ആഴ്ചയിൽ 2,10,000 രൂപ വരുമാനം വാങ്ങുന്ന ഒന്നല്ല, ഓരോ പഞ്ചായത്തിലും ഓരോ സീലിംഗ് അച്ചീവർ ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് MI രജിസ്റ്റർ. ശരിയാണോ തെറ്റാണോ? ഇന്ന് ഉൽപ്പന്നങ്ങൾ എടുക്കാൻ വേണ്ടി നിങ്ങൾ കോയമ്പത്തൂരിലേക്കോ മംഗലാപുരത്തേക്കോ വണ്ടി കയറണ്ട. ഞങ്ങളൊക്കെ പുലർച്ചെ 4 മണിക്ക് മംഗലാപുരത്തേക്ക് ട്രെയിനിൽ കയറി പോയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് രാത്രി 1 മണിക്കാണ്. ഒരു ഉൽപ്പന്നം എടുക്കാൻ വേണ്ടി ഒരു ദിവസം. ഹലോ,
ട്രെയിനിങ് കിട്ടാൻ വേണ്ടിയിട്ട് എറണാകുളത്തേക്കും ആലപ്പുഴയിലേക്കും രാവിലെ 6 മണിക്ക് ജനശതാബ്ദി എക്സ്പ്രസ് കോഴിക്കോട് നിന്ന് കയറി പോയിട്ടാ ഞങ്ങൾക്കൊക്കെ ട്രെയിനിങ് കിട്ടിയത്. ഇന്ന് അതേ ട്രെയിനിങ് നമ്മളെ വീടിന്റെ ഉള്ളിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീട്ടിൽ പല ആളുകളും ഡൈനിങ് ഹാളിലോ ബെഡ്റൂമിലോ എന്താ പറയാ എവിടെയാണ് വെച്ചിട്ട് അവിടെയാണ് പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ഹലോ, അന്ന് എക്സ്പീരിയൻസ് ഇല്ല, ട്രെയിനിങ് എടുക്കാൻ പറ്റിയ ലീഡേഴ്സ് ഇല്ല. ഇന്ന് നിരവധി ലീഡേഴ്സായി, ഇന്ന് നിരവധി ട്രെയിനേഴ്സായി. അനുകൂലമായ സാഹചര്യം ആരംഭിച്ചു കഴിഞ്ഞു. ഹലോ, എന്നിട്ട് നമ്മൾ പല ആളുകളും വെയിറ്റ് ചെയ്യാണ്, വേറെ എന്തിനോ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒന്നിനും നമ്മൾ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. നമ്മൾക്ക് അനുകൂല സാഹചര്യമാണെങ്കിൽ ആഞ്ഞടിക്കണം. അനുകൂല സാഹചര്യങ്ങളെ ആഞ്ഞടിക്കുന്നവനാണ് സക്സസ് ആവുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ പതുങ്ങിയിരിക്കുകയും അനുകൂലമായ സാഹചര്യം വരുന്ന സമയത്ത് ആഞ്ഞടിക്കുകയും ചെയ്യുന്നവനാണ് സക്സസ് ആവുന്നത്. യെസ് ഓർ നോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് അനുകൂലമായ സാഹചര്യമാണ്. വരുന്ന ഫെബ്രുവരി മാസം, അടുത്ത മാസം ഫെബ്രുവരി മാസം 19-ാം തീയതി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലിസ്റ്റ് പുറപ്പെടുവിക്കാൻ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞു. ആ മുഖ്യമന്ത്രി ആ ഫംഗ്ഷനിൽ പങ്കെടുക്കാമെന്ന് ഏറ്റു കഴിഞ്ഞു. ഹലോ, ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായ സാഹചര്യം കിട്ടിയോ? ഒരു 8 വർഷങ്ങൾക്ക് മുന്നേ ഗവൺമെന്റ് ആണെങ്കിലും യൂണിയൻ ആണെങ്കിലും ഒന്നും അനുകൂലമല്ല. അവർക്കൊക്കെ സംശയമാണ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. ഹലോ, ആളെ നശിപ്പിക്കുന്ന പരിപാടിയാണ്, ആളെ വഞ്ചിക്കുന്ന പരിപാടിയാണ്. എല്ലാവരും ഗവൺമെന്റ് ആയിക്കോട്ടെ, യൂണിയൻ രാഷ്ട്രീയ സംഘടനകളായിക്കോട്ടെ ഒക്കെ സംശയത്തോടു കൂടി വീക്ഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി. ഇന്നിപ്പോ അനുകൂലമായ സാഹചര്യമായി. ഇന്ന് ഓരോ യൂണിയനുകളും മത്സരിച്ചുകൊണ്ടിരിക്കുക മെമ്പർഷിപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട്. യെസ് ഓർ നോ? ഇന്ന് ഓരോ യൂണിയനും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കൊടുക്കാം മെമ്പർഷിപ്പ്. കാരണം എന്താ? അവർക്ക് മനസ്സിലായി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്ത് നമ്മുടെ രാജ്യത്തെ ഭരിക്കാൻ വേണ്ടി പോകുന്നത്. യെസ് ഓർ നോ? അപ്പൊ രാഷ്ട്രീയ സംഘടനകള്, ഗവൺമെന്റ്, നമ്മുടെ കമ്പനി എല്ലാം നമുക്ക് എന്താണ്? സപ്പോർട്ടീവാണ്. ശരിയല്ലേ? ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ, ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ സക്സസ് ആവണമെങ്കിൽ ഒന്നാമതായിട്ട് നമുക്ക് സപ്പോർട്ട് വേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഭാഗത്തുനിന്നാണ്. ഹലോ, സപ്പോർട്ട് ഓഫ് കമ്പനി നമുക്കുണ്ടോ? ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് സപ്പോർട്ട് ഉണ്ടോ? ഓരോ ജില്ലകളിലും നമുക്ക് പുതിയ ആളുകളെ ഡിസ്ട്രിബ്യൂട്ടറാക്കി കൊണ്ടുവരാൻ, പുതിയ ആളുകളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അതിന് വേണ്ട GTS സെന്ററുകൾ കമ്പനി ആരംഭിച്ചിട്ടില്ലേ? നമ്മുടെ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഹലോ, നിങ്ങൾ മലപ്പുറത്ത് പോയാൽ മലപ്പുറത്ത് GTS ഇല്ലേ? നിങ്ങൾ പാലക്കാട് പോയാൽ പാലക്കാട് GTS ഇല്ലേ? നിങ്ങൾ തമിഴ്നാട് പോയാൽ തമിഴ്നാട് GTS ഇല്ലേ? നിങ്ങൾ തിരുവനന്തപുരം പോയാൽ തിരുവനന്തപുരം GTS ഇല്ലേ? ഹലോ, അപ്പോ നമുക്ക് ഇവിടെ ഭാഷ ഒന്നും അറിയണ്ട. അതാത് ഭാഷകളിൽ കമ്പനി GTS കൊടുക്കുന്നുണ്ട്. നമ്മൾ ഭാഷ അറിയുന്ന ആളുകൾ അതിലേക്ക് കയറ്റിയാൽ മതി. ബോംബെയിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് GTS ഉണ്ട്. പ്രോഗ്രാം കേട്ട ആളുകൾക്ക് ഉൽപ്പന്നം എടുക്കാനുള്ള ഔട്ട്ലെറ്റും അവിടെ ഉണ്ട്. ഇത് ബോംബെയിൽ മാത്രമല്ല, ഓൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ നഗരങ്ങളിലും എല്ലാ സിറ്റികളിലും നമ്മുടെ കമ്പനിയുടെ ഔട്ട്ലെറ്റും പ്രോഗ്രാം സെന്ററും പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളെ കമ്പനി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായോ? ഹലോ, അപ്പൊ കമ്പനിയുടെ ഭാഗത്തുള്ള സപ്പോർട്ട് ഓക്കെയാ. രണ്ടാമത് വേണ്ട സപ്പോർട്ട് എവിടുന്നാ? രണ്ടാമത് വേണ്ട സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്തുനിന്നാ. ഗവൺമെന്റ് ഇപ്പൊ നമ്മുടെ നിയമങ്ങൾ കൊണ്ടുവന്നു. നമ്മുടെ നാട്ടിലുള്ള പല ഫ്രോഡ് കമ്പനികളെയും തിരിച്ചറിയാൻ വേണ്ടി കമ്പനി ഇപ്പം അതിന്റെ ലിസ്റ്റ് നമ്മൾ ഔദ്യോഗികമായ വെബ്സൈറ്റിലും നമ്മുടെ പ്രധാനപ്പെട്ട ദിനപത്രങ്ങളിലും പ്രസിദ്ധീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ 19-ാം തീയതി. അപ്പൊ ഗവൺമെന്റ് ഭാഗത്ത് നമുക്ക് അനുകൂലമായ സപ്പോർട്ട് കിട്ടിയോ? ഇപ്പൊ കമ്പനിയുടെ സപ്പോർട്ട് ഓക്കെ, ഗവൺമെന്റ് സപ്പോർട്ട് ഓക്കെ. ഹലോ, മൂന്നാമത് നമുക്ക് വേണ്ട സപ്പോർട്ട് എവിടെയാ? ഈ ഒരു ബിസിനസ് സക്സസ് ആവണമെങ്കിൽ മൂന്നാമത് നമുക്ക് വേണ്ട സപ്പോർട്ട് ടീമിന്റെ സപ്പോർട്ടാണ്. നമ്മുടെ ടീം ഏതാ? നമ്മുടെ ടീം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ടീമാ. ടീം GCയുടെ, ടീം AIGയുടെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത്. യെസ് ഓർ നോ? നമ്മുടെ ടീം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പ്രോഗ്രാമുകൾ തരുന്നില്ലേ? ഇതുപോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഒരുക്കി തരുന്നില്ലേ? നമുക്ക് നാവിഗേറ്റർ പോലുള്ള പ്രോഗ്രാമുകൾ, മെഗാ പ്രോഗ്രാമുകൾ നമ്മുടെ ടീം കണ്ടക്ട് ചെയ്യുന്നില്ലേ? നമുക്ക് 1 ഡേ ട്രെയിനിങ്ങും 2 ഡേ ട്രെയിനിങ്ങും നമുക്ക് വേണ്ട എല്ലാവിധ ട്രെയിനിങ്ങും നമ്മുടെ AIGയുടെ നേതൃത്വത്തിൽ നമുക്ക് തരുന്നില്ലേ? ഹലോ, അപ്പോ ടീമിന്റെ സപ്പോർട്ട് ഇല്ലേ? ഗവൺമെന്റ് സപ്പോർട്ടായി, കമ്പനിയുടെ സപ്പോർട്ടായി, ടീമിന്റെ സപ്പോർട്ടായി. ഹലോ, എന്നിട്ടും പല ആളുകളും സക്സസ് ആവുന്നില്ല. എന്തുകൊണ്ട്? വായി എന്നിട്ടും പല ആളുകൾക്കും സക്സസ് ആവാൻ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 3 സപ്പോർട്ട് കൊണ്ട് നമ്മൾ സക്സസ് ആവില്ല. 4ാമതൊരു സപ്പോർട്ട് കൂടി വേണം. അതെന്ന് പറയാൻ പറ്റുമോ? ആ 4ാമത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് സ്വന്തം ഫാമിലിയുടെ സപ്പോർട്ടാ. ഹലോ, ഈ 3 സപ്പോർട്ട് ഉണ്ടെങ്കിലും ഒരാൾ സക്സസ് ആവൂല.
കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ നല്ലൊരു ഷൂ ഉണ്ടെങ്കിൽ നമുക്ക് നടക്കുകയോ ഓടുകയോ ചെയ്യാം. ശരിയാണോ? എന്നാൽ ആ ഷൂവിൻ്റെ ഉള്ളിൽ ഒരു കല്ല് കുടിയാണ്ടല്ലോ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെയാ ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ. ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, കമ്പനി സപ്പോർട്ട് ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങളെ ഫാമിലിയിൽ നമുക്ക് സപ്പോർട്ട് വേണം. അപ്പൊ ഈ മോർണിംഗ് മീറ്റ് കേൾക്കുന്ന ആളുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് നിങ്ങളെ ഹസ്ബൻഡിനെ, ഒന്ന് നിങ്ങളെ മക്കളെ, ഒന്ന് നിങ്ങളെ വൈഫിനെ ഒന്ന് പിടിച്ചിരുത്തണം. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. എങ്കിലേ അവരുടെ സപ്പോർട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഫാമിലി ആയിട്ട് നിങ്ങൾ മോർണിംഗ് മീറ്റ് കേൾക്കണം. ചിലപ്പോൾ ഒരു GTSന് വിളിച്ച് അവർ വന്നോളെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ പ്രായപൂർത്തിയായ മക്കള്, ചിലപ്പോൾ 18 or 20 വയസ്സുള്ള മക്കള് നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം വിളിച്ചാൽ പറയും, ഉമ്മ അങ്ങള് പോയാൽ മതി, അച്ഛൻ അങ്ങള് പോയാൽ മതി എന്ന് പറയും, ഞാൻ ഇല്ലാന്ന് പറയും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാം? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അവർ നിങ്ങൾ കയറ്റണം. അവർക്ക് ഈ ആശയം എന്താണ്, ഈ ബിസിനസ് എന്താണെന്ന് അവർ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. കാരണം ഇനി വരാൻ വേണ്ടി പോകുന്ന തലമുറ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്ന ബിസിനസ്സാണ്. നമ്മൾ ഓരോ GTS സെന്റർ പോകുന്ന സമയത്തും 18, 20, 22 വയസ്സുള്ള ചെറുപ്പക്കാരായ ആളുകൾ, യങ്സ്റ്റേഴ്സ് ഇന്ന് സീലിംഗ് അച്ചീവേഴ്സും വലിയ വലിയ റാങ്കിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആണോ അല്ലയോ? യെസ് ഓർ നോ? ആ സമയത്ത് നമ്മുടെ കുട്ടികളെ 30,000, 40,000, 10,000 പണിക്ക് വിടരുത്. ആഴ്ചയിൽ 2,10,000 കിട്ടുന്ന ഈ ഇൻഡസ്ട്രി നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും മഹത്തരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്, MIS എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ 4 സപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നിങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഈ 4-ൽ 3 സപ്പോർട്ടും ഇല്ല, അല്ലെങ്കിൽ 2 സപ്പോർട്ടും ഇല്ല, ഗവൺമെന്റ് സപ്പോർട്ടും ഇല്ല, കമ്പനിയുടെ സപ്പോർട്ടും ഇല്ല, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാ. ഹലോ, അങ്ങനെ പ്രതികൂലമായ സാഹചര്യങ്ങൾ വിട്ടുപോവാതെ ഞങ്ങളെ ലീഡേഴ്സിൽ വിശ്വസിച്ചു, ഞങ്ങൾ കമ്പനിയിൽ വിശ്വസിച്ചു. കമ്പനി ഞങ്ങളോട് പറഞ്ഞു, ഓരോ ജില്ലയിലും ഔട്ട്ലെറ്റ് വരും, നിങ്ങൾ വിട്ടു പോകണ്ട, നിങ്ങൾ പിടിച്ചു നിൽക്ക്, നിങ്ങൾ പ്രവർത്തിക്ക്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 3 ഔട്ട്ലെറ്റ് വന്നില്ലേ? മലപ്പുറം ജില്ലയിൽ 3 ഔട്ട്ലെറ്റ് വന്നില്ലേ? ജില്ലയിൽ ഓരോ ഔട്ട്ലെറ്റ് അല്ല, ജില്ലയിൽ ഒരുപാട് ഔട്ട്ലെറ്റുകൾ ഇന്ന് വന്നില്ലേ? എല്ലാ ജില്ലകളിലും കമ്പനിയുടെ പ്രോഗ്രാം വരും, പ്രോഗ്രാം വന്നില്ലേ? ഓരോ ജില്ലയിലും അച്ചീവേഴ്സ് വരും, വന്നില്ലേ? അന്ന് വിശ്വസിക്കാതെ, ലീഡേഴ്സ് പറഞ്ഞത് വിശ്വസിക്കാതെ, കമ്പനി പറഞ്ഞത് വിശ്വസിക്കാതെ മാറിപ്പോയ ആളുകളുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. വെല്ലി സാറെ കൂടെ സ്റ്റാർട്ട് ചെയ്ത നിരവധി ലീഡേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതേമാതിരി പ്രതികൂലമായ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ ക്വിറ്റ് ചെയ്തു, അവർ വിട്ടുപോയി. അവരുടെ ഇന്നത്തെ അവസ്ഥ എന്താ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് ബെന്നിസാറെ കൂടെ അന്ന് ബെന്നിസാറെ വിശ്വസിച്ചുകൊണ്ട് പിടിച്ചു നിന്ന ലീഡേഴ്സ് ഒക്കെ ഇന്ന് സഞ്ചരിക്കുന്നത് ആഡംബര കാറുകളിലാണ്, ലക്ഷറി വാഹനങ്ങളിലാണ് അന്ന് സഞ്ചരിക്കുന്നത്. അവരുടെ ലൈഫ് സ്റ്റൈൽ ഇന്ന് ലക്ഷറി ആയിട്ട് മാറി. യെസ് ഓർ നോ? എന്നാൽ അന്ന് ലീഡേഴ്സിനെ വിശ്വസിക്കാതെ, കമ്പനി വിശ്വസിക്കാതെ മാറിപ്പോയ ആളുകൾ ഇന്നത്തെ അവരുടെ അവസ്ഥ എന്താ? അതുകൊണ്ട് നിങ്ങൾ ആദ്യം ഉണ്ടാക്കേണ്ടത് ബിലീഫാണ്, വിശ്വാസം ഉണ്ടാക്കണം. നിങ്ങളെ കൊണ്ടുവന്ന ലീഡേഴ്സില്, ഈ കമ്പനിയില്, ഈ സിസ്റ്റത്തില് നിങ്ങൾ വിശ്വസിക്കണം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്?